കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone. Welcome to Igno Focus 5.0 Igno മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA ഹിസ്റ്ററി സെക്കൻഡ് ഇയറിലെ കോർ പേപ്പറായ BHIC 108 റൈസ് ഓഫ് ദ മോഡേൺ വെസ്റ്റ് സെക്കൻഡ് എന്ന പേപ്പറാണ്. ഇനി എക്സാമിന് വളരെ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത്. സോ ഈ ഒരു ടൈമിൽ നമ്മളുടെ സ്റ്റഡീസ് എത്രയും എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇനിയും നമ്മൾ കവർ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അതിൽ നമ്മൾ തീർച്ചയായിട്ടും കവർ ചെയ്തു പോവേണ്ട ഏരിയാസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ഇത്തവണ എക്സാമിന് നമ്മൾ ഈ ഒരു പേപ്പറിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. നമുക്ക് സെഷനിലേക്ക് എടുക്കാം. ആദ്യം തന്നെ ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. നമ്മുടെ ഈ ഒരു പേപ്പറിൽ ഡിഫറെന്റ് യൂണിറ്റ്സ് വരുന്നുണ്ട് അല്ലേ. ഓരോ യൂണിറ്റിലും നിരവധി ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഓരോ യൂണിറ്റും ഓരോ ടോപ്പിക് എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമതായി എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഏത് രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, അത് പാറ്റേൺ ഏതൊക്കെയാണ്. നമ്മളോട് ലോങ് ആൻസേഴ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, അനലിറ്റിക്കൽ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്, എത്രത്തോളം മാർക്സ് ആയിരിക്കും അതിനുണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ്. ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വേറെ വേറെ രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഏതൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. സോ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന എക്സാമിന് ഏത് ഏരിയയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാ എന്നുള്ളൊരു സാധ്യത നമ്മൾ മുൻകൂട്ടി പറയുന്നുണ്ട്. അതിൽ ഹൈ കാറ്റഗറി പ്രോബബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ്, മീഡിയം കാറ്റഗറി പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സ്, ലോ കാറ്റഗറി പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സ് എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മൾ ഈ ഒരു സെഷന്റെ അവസാനമായിട്ട് നിങ്ങൾക്ക് കാണിക്കും. നമ്മുടെ ഇഗ്നോ എക്സാമിന്റെ അതേ പാറ്റേണിൽ തന്നെ ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, സെക്ഷൻ വൈസ് ആയിട്ടും ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. ഈ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് ഓരോ ക്വസ്റ്റ്യനും ഏത് രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്, അതിൽ എത്രത്തോളം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കണം, എത്ര മാർക്സ് ആയിരിക്കും അതിനുണ്ടാവുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ PYQUA അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന ഫോൾഡറിൽ ഈ ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് അവൈലബിൾ ആയിരിക്കും. നമ്മളുടെ മെത്തഡോളജിയിലേക്ക് വരുമ്പം നമ്മളിവിടെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഒരേ ടോപ്പിക്കിനെ തന്നെ വ്യത്യസ്ത രീതിയിൽ തിരിച്ചും മറിച്ചിട്ടൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ വൃത്തിയിൽ നമുക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റും, കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സിലബസ് മാപ്പിംഗിലേക്ക് അടുക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഇവിടെ നമ്മൾ ഓരോ യൂണിറ്റിലെയും ഏതൊക്കെ ടോപ്പിക്സ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ മീഡിയം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ലോ ഇമ്പോർട്ടൻസ് വരുന്നതാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്.
അപ്പം ഇവിടെ ഒരു ടോപ്പിക് ഹൈ റെലവെന്റ് ആണ് എന്ന് പറയണമെങ്കിൽ അത് എക്സാമിനെ 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. ഇനി മീഡിയം റെലവെന്റ് ആണെന്ന് പറയുമെങ്കിൽ 5 to 9 ടൈംസ് ആയിരിക്കും ആ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. ഇനി ലോ റിലവന്റ് ആണെന്ന് പറയണമെങ്കിലോ 5ൽ കുറവ് തവണ മാത്രമേ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുകയുള്ളൂ. ഇനി ഓരോ യൂണിറ്റിലും നമുക്ക് ടോപ്പിക്സ് എത്രത്തോളം റെലവെന്റ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിലെ 17th സെഞ്ചുറി യൂറോപ്യൻ ക്രൈസിസ് എന്നുള്ള ടോപ്പിക് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. 12 തവണയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിലെ യൂറോപ്യൻ കൊളോണിയൽ എക്സ്പാൻഷൻ ആൻഡ് മെർസന്റലിസം എന്നുള്ള ടോപ്പിക്കും ഹൈലി റെലവെന്റ് ആണ്. 11 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 3യിലെ റിലീജിയൻ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസെന്റ് എന്നുള്ള ടോപ്പിക്കും ഹൈലി റെലവെന്റ് ആണ്. 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4ലെ ഇന്റലക്ച്വൽ കറൻസ് ഇൻ 17th സെഞ്ചുറി യൂറോപ്പ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 10 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 5ലെ ആർട്ട് കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്നുള്ള ടോപ്പിക്കും മീഡിയം റെലവെന്റ് ആണ്. 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 6ലെ ദ ഇംഗ്ലീഷ് റെവല്യൂഷൻ എന്നുള്ള ടോപ്പിക് മീഡിയം റെലവെന്റ് ആണ്. 8 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 7ലെ ദ മോഡേൺ സയൻസ് ന്യൂ മെത്തേഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് ഹൈ റെലവെന്റ് ആണ്. 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 8ലെ യൂറോപ്യൻ പൊളിറ്റിക്സ് ഇൻ ദ 18th സെഞ്ചുറി എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്. 8 തവണയാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 9ലെ എൻലൈറ്റ്മെന്റ് റീസൺ ആൻഡ് ക്രിറ്റിക് ഓഫ് ട്രഡീഷൻ എന്നുള്ളത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 11 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 10ലെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഇഷ്യൂസ് ഇൻ ദ അമേരിക്കൻ റവല്യൂഷൻ എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 9 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 11ലെ അഗ്രികൾച്ചറൽ ആൻഡ് ഡെമോഗ്രഫിക് ചേഞ്ചസ് ഇൻ യൂറോപ്പ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആണ്. 8 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 12ലെ പാറ്റേൺസ് ഓഫ് കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന ടോപ്പിക് മീഡിയം റെലവെന്റ് ആണ്. 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 13ലെ പാറ്റേൺസ് ഓഫ് ട്രേഡ് കൊളോണിയലിസം ആൻഡ് ഡിവേർജൻസ് ഇൻ 18th സെഞ്ചുറി എന്നത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സിലബസ് മാപ്പിങ്ങിന്റെ ഒരു ബാർ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതില് എക്സ് ആക്സിസിലായിട്ട് നമ്മുടെ യൂണിറ്റിന്റെ നമ്പേഴ്സും വൈ ആക്സിസിലായിട്ട് ആ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ കൗണ്ടും ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ബാർ ചാർട്ട് നോക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുമാണ്. ദെൻ 9th യൂണിറ്റ്, 2nd യൂണിറ്റ്, 13th യൂണിറ്റ്, 7th യൂണിറ്റ്, 10th യൂണിറ്റ്, ഇതിൽ നിന്നൊക്കെ താരതമ്യേന ഹൈ എമൗണ്ടിൽ തന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന യൂണിറ്റ് 12ാമത്തെ യൂണിറ്റ് ആണ്. ഇതിനൊരു ഹീറ്റ് മാപ്പ് റെപ്രസെന്റേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 ഹൈ yield ടോപ്പിക്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ യൂണിറ്റ് 1ലെ 17th സെഞ്ചുറി യൂറോപ്യൻ ക്രൈസിസ് എന്നുള്ളതാണ്. അപ്പം 17ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ ക്രൈസിസ് ഏത് രീതിയിലാണ് എക്കോണമിയെയും പൊളൈറ്റിയും സൊസൈറ്റിയിലും ഒക്കെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പല സെഷൻസിലും നിരന്തരം റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ടോപ്പിക് യൂണിറ്റ് 9ലെ എൻലൈറ്റ്മെന്റ് ആണ്. അപ്പം എൻലൈറ്റ്മെന്റ് പൊളിറ്റിക്സിലും സൊസൈറ്റിയിലും ഒക്കെയുള്ള ഇമ്പാക്ട് എന്തായിരുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ തേർഡ് ടോപ്പിക് യൂണിറ്റ് 13ലെ പാറ്റേൺസ് ഓഫ് ട്രേഡ് കൊളോണിയലിസം ആൻഡ് ഡൈവേർജൻസ് എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്സ് ഹൈ yield ടോപ്പിക്സ് ആണ്, നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ആണെന്ന് പറയുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ഷോർട്ട് എസ്സേ ആയിട്ടും ലോങ് എസ്സേ ആയിട്ടും ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് അത് ഹൈലി ബെനിഫിറ്റ് ആണ്. എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുള്ളത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ഇതിനെ തന്നെ പല യൂണിറ്റ്സ് ആയിട്ട് സയൻസ്, റവല്യൂഷൻ, എക്കോണമി ആയിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏത് അത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നമ്മളിത് പഠിച്ചു കഴിഞ്ഞാലും അതിലും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. സോ ഇവിടെ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ലോങ് എസ്സേ ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് 20 മാർക്കാണ്.
അത് 400 to 500 വേർഡ്സിലാണ് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ ഫ്രീക്വൻസി റാങ്ക് വരുന്നത് 1 ആണ്. ദെൻ രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ തിമാറ്റിക് റെസ്പോൺസ് ആണ്. 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 200 to 250 വേർഡ്സിലാണ് നമ്മൾ അതിന്റെ ആൻസേഴ്സ് എഴുതേണ്ടത്. ഫ്രീക്വൻസി റാങ്ക് 2 ആണ്. ദെൻ തേർഡ് വൺ ഷോർട്ട് നോട്ട് ആണ്. 5 മാർക്കിനായിരിക്കും ഷോർട്ട് നോട്ട് ഉണ്ടാവുക. 100 to 120 വേർഡ്സിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫ്രീക്വൻസി റാങ്ക് 3 ആണ്. ദെൻ ഒബ്ജക്റ്റീവ് ഓർ ഫാക്ച്വൽ സബ് പാർട്ട് ഒക്കേഷണലി ആയിട്ട് ചോദിക്കാറുള്ളൂ. യൂഷ്വലി ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. എന്നാലും അതിന്റെ മാർക്സ് വരുന്നത് 2 to 3 മാർക്സ് ആണ്. 50 to 70 വേർഡ്സിൽ അല്ലെങ്കിൽ 1 ലൈനിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഫ്രീക്വൻസി റാങ്ക് 4 ആണ്. ദെൻ ലാസ്റ്റ് വൺ മാപ്പ് ഒരു സോഴ്സ് ഓർ എക്സ്ട്രാക്ട് ബേസ്ഡ് വളരെ റെയർ ആയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. 5 മാർക്ക് ആയിരിക്കും ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടാവുക. 80 to 100 വേർഡ്സിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫ്രീക്വൻസി റാങ്ക് വരുന്നത് 5 ആണ്. അപ്പം ഈ ഒരു ടേബിൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മളോട് യൂഷ്വൽ ആയിട്ട് ചോദിക്കാറുള്ളത് ലോങ് എസ്സേ, ഷോർട്ട് എസ്സേ, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ഓർ ഫാക്ച്വൽ സബ് പാർട്ടും അതുപോലെ തന്നെ മാപ്പ്, സോഴ്സ്, എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കേഷണലിയും റെയർ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ലോങ് എസ്സേ നോക്കാം. ലോങ് എസ്സേ ഒരു അനാലിറ്റിക്കൽ ക്വസ്റ്റ്യന് അതിന് 20 മാർക്കാണ്. 400 to 500 വേർഡ്സിലാണ് എഴുതേണ്ടത്. സോ ഇവിടെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണോ, നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ, മറ്റു യൂണിറ്റ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് അതിനെ അവതരിപ്പിക്കാനുള്ള നമ്മളുടെ ഒരു എബിലിറ്റി ഒക്കെയാണ് ഇവിടെ എക്സാമിനർ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലോങ് എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ അതിൽ ഇൻട്രൊഡക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ നമ്മളുടെ ഒരു മെയിൻ ബോഡി അതിൽ നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ഇൻക്ലൂഡ് ചെയ്യിക്കണം. നമ്മുടെ മെയിൻ ആർഗ്യുമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് നമ്മൾ യൂസ് ചെയ്യണം. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യിക്കണം. ദെൻ ഫൈനലി കൺക്ലൂഷൻ കൂടി എഴുതി കഴിഞ്ഞാൽ ലോങ് എസ്സേ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേ ഓർ തീമാറ്റിക് റെസ്പോൺസ് ആണ്. 10 മാർക്കായിരിക്കും ഷോർട്ട് എസ്സേക്ക് ഉണ്ടാവുക. എൻലൈറ്റ്മെന്റ്, മെർച്ചന്റലിസം തുടങ്ങിയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ തീമാറ്റിക് റെസ്പോൺസിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇവിടെ നമ്മൾ അവിടെ അനലൈസ് ചെയ്യുകയാണ് വേണ്ടത്. അനലൈസ് ചെയ്യുന്നതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. 200 to 250 വേർഡ്സിലാണ് ഷോർട്ട് എസ്സേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ മൂന്നാമത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ആണ്. 5 മാർക്കിനായിരിക്കും ഷോർട്ട് നോട്ട് എഴുതേണ്ടി വരിക. ഇവിടെ നമ്മൾ എന്താണോ കാര്യം, ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തെ വളരെ ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ട് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. 100 to 120 വേർഡ്സിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിൽ ഡെഫിനിഷൻ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഏതൊരു ടൈം പീരീഡിലാണ് അത് നടക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് എന്നുള്ളതും ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ സിഗ്നിഫിക്കൻസും കൂടി നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഫോർത്ത് ഒബ്ജക്റ്റീവ് സബ് പാർട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 2 to 3 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. ഒക്കേഷണലി ആയിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പം ഇതിൽ നമ്മൾ ആ ഒരു ഇവന്റ്സ്, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള തിങ്കേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡേഴ്സ് ഒക്കെ നമ്മളതിൽ മെയിൻറ്റെയിൻ ചെയ്യാതെ അതിന്റെ പ്രകാരം നമ്മളത് എഴുതുക എന്നുള്ളതാണ്. 1 or 2 ലൈൻസ് പെർ റെസ്പോൺസ് എക്സ്പെക്റ്റഡ്. ഒരു 1 അല്ലെങ്കിൽ 2 ലൈൻസിൽ നമ്മൾ അത് എഴുതിയാൽ മതിയാവും. അതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് ഓർ സബ് പാർട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ യൂണിറ്റ്. ഓരോ യൂണിറ്റിൽ നിന്നും എത്രത്തോളം മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ യൂണിറ്റിൽ നിന്നും എത്രത്തോളം മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ തന്നെ ഫസ്റ്റ് യൂണിറ്റിൽ 17th സെഞ്ച്വറി ക്രൈസിസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്നും നമ്മളോട് ഒരു 10% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് 10 ആണ്. രണ്ടാമത്തെ കൊളോണിയലിസം, എക്സ്പാൻഷൻ ആൻഡ് മെർച്ചന്റലിസം എന്നുള്ള യൂണിറ്റിൽ നിന്നും 9% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 9 തന്നെയാണ് ആവറേജ് മാർക്ക്. ദെൻ തേർഡ് റിലീജിയൻ ആൻഡ് ഡിസെന്റ് എന്ന യൂണിറ്റിൽ നിന്നും 8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ആവറേജ് മാർക്ക് 8 ആണ്. ദെൻ ഫോർത്ത് യൂണിറ്റ് ഇന്റലക്ച്വൽ കറൻസ് എന്നുള്ള യൂണിറ്റിൽ നിന്നും 8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 8 ആണ് ആവറേജ് മാർക്ക്. ഫിഫ്ത്ത് ആർട്ട്, കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന യൂണിറ്റിൽ നിന്നും 6% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 6 ആണ് ആവറേജ് മാർക്ക്. ദെൻ ഇംഗ്ലീഷ് റെവല്യൂഷൻ എന്നുള്ള ഒരു യൂണിറ്റിൽ നിന്നും 7% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 7 ആണ് ആവറേജ് മാർക്ക്. ദെൻ സെവൻത്ത് മോഡേൺ സയൻസ് എന്നുള്ള യൂണിറ്റിൽ നിന്നും 8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 8 ആണ് ആവറേജ് മാർക്ക്. ദെൻ എയ്ത്ത് വൺ യൂറോപ്യൻ പൊളിറ്റിക്സ് 18th സെഞ്ച്വറി
ഈ ഒരു യൂണിറ്റിൽ നിന്നും 7% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആണ് ആവറേജ് മാർക്ക്. എൻലൈറ്റ്മെന്റ് എന്നുള്ള 9th യൂണിറ്റിൽ നിന്നും 10% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 10 ആവറേജ് മാർക്ക്. 10th യൂണിറ്റ് ആയ അമേരിക്കൻ റവല്യൂഷനും 8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 8 ആവറേജ് മാർക്ക്. അഗ്രികൾച്ചറൽ ആൻഡ് ഡെമോഗ്രഫിക് ചേഞ്ചസ് എന്നുള്ള 11th യൂണിറ്റിൽ നിന്നും 7% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആണ് ആവറേജ് മാർക്ക്. കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന 12th യൂണിറ്റിൽ നിന്നും 6% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 6 ആവറേജ് മാർക്ക്. ട്രേഡ്, കൊളോണിയലിസം ആൻഡ് ഡൈവേർജൻസ് എന്ന യൂണിറ്റിൽ നിന്നും 10% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 10 ആവറേജ് മാർക്ക്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മളുടെ എക്സാമിന് ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് എന്ന്. അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ലോങ് എസ്സേ, ഷോർട്ട് നോട്ട്, ഒബ്ജക്റ്റീവ് ഓർ സബ് പാർട്ട് ക്വസ്റ്റ്യൻസിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഡോട്ട് ആൻഡ് ലൈൻസ് കാണാൻ പറ്റും. ഇതിൽ ലോങ് എസ്സേ കൊടുത്തിട്ടുള്ളത് ബ്ലൂ കളറിലാണ്, ഏറ്റവും ടോപ്പിലായിട്ടുള്ളത്. 2022 ലോങ് എസ്സേ 40% ആയിരുന്നുവെങ്കിൽ 2025 വരുമ്പം അതിനൊരു ഡീക്ലൈൻ ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ ഷോർട്ട് എസ്സേസ് നോക്കുകയാണെങ്കിലും 2022 30% എങ്കിൽ 2025 ആകുമ്പം അതിന് ചെറിയൊരു രീതിയിലുള്ള റൈസും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഷോർട്ട് നോട്ട് നോക്കുകയാണെങ്കിൽ ഗ്രീൻ ലൈൻ ആണ്. 2022 20% മാത്രമായിരുന്നു എങ്കിൽ 2025 ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ അതിന് റൈസ് ഉണ്ടാകുന്നുണ്ട്. ഒരു 23-24% ആയിട്ട് മാറുന്നുണ്ട്. ഇനി നമ്മൾ ഒബ്ജക്റ്റീവ് സബ് പാർട്ട് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിലും അത് 10%-ൽ നിന്നും 2025 ആകുമ്പോഴേക്കും കുറച്ച് കുറവ് വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമ്മൾ ലോങ് എസ്സേ എന്ന് പറയുന്നത് 40%-ൽ നിന്നും 35% ആയിട്ട് കുറയുന്നു. ഷോർട്ട് എസ്സേ 32% ആയിട്ട് കൂടുന്നുണ്ട്. ആൻഡ് ഷോർട്ട് നോട്ട്സ് 20%-ൽ നിന്നും 25% ആയിട്ട് കൂടുന്നുണ്ട്. സ്റ്റേബിൾ ഒബ്ജക്റ്റീവ് ഷെയർ, ഒബ്ജക്റ്റീവ് ഓർ സബ് പാർട്ട് ക്വസ്റ്റ്യൻസ് ആ ഒരു 10% ഒരു എന്താണ് സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ചെറിയൊരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, examine the demographic, economic and political factors behind the 17th century crisis in Europe. 5 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, explain the main features of mercantilism and show how they were linked to European colonial expansion. 5 തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ 4 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, analyze the central ideas of enlightenment and discuss their impact on European society and politics. Then 4 തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, discuss major developments in modern science during the 17th and 18th centuries and their wider significance. ഇനി 3 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, assess the causes and consequences of the English Revolution. വീണ്ടും 3 തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് ഡിസ്കസ് ദ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഇഷ്യൂസ് അറ്റ് സ്റ്റേക്ക് ഇൻ ദ അമേരിക്കൻ റവല്യൂഷൻ. ദെൻ 3 തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് ഡെമോഗ്രഫിക് ചേഞ്ചസ് ഇൻ ഏർലി മോഡേൺ യൂറോപ്പ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. വീണ്ടും 3 തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, explain patterns of trade, colonial expansion and the debate on great divergence in the 18th century. വീണ്ടും 3 തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, examine process of religious reform, diversity and dissent in early modern Europe. 3 തവണ ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, outline the major intellectual currents of 17th century Europe and relate them to their social context. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി
കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമുക്ക് ഫ്രീക്വൻസി ടേബിൾ നോക്കുന്ന സമയത്ത് ഇവിടെ 17th സെഞ്ചുറി യൂറോപ്യൻ ക്രൈസിസ് എന്നുള്ള ക്വസ്റ്റ്യന്റെ ആവറേജ് മാർക്ക് 20 ആണ്. 5 തവണയാണ് അത് അപ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ മെർച്ചന്റലിസം ആൻഡ് കൊളോണിയൽ എക്സ്പാൻഷൻ എന്നുള്ള ക്വസ്റ്റ്യന് ആവറേജ് മാർക്ക് 16 ആയിരുന്നു. 5 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ എൻലൈറ്റ്മെന്റ് ഐഡിയാസ് ആൻഡ് ഇമ്പാക്ട് എന്നുള്ള ക്വസ്റ്റ്യന് ആവറേജ് മാർക്ക് 18 ആയിരുന്നു. അപ്പയർ ചെയ്തിട്ടുള്ളത് 4 തവണയാണ്. മോഡേൺ സയൻസ് 17th to 18th സെഞ്ചുറി എന്നുള്ള ടോപ്പിക് ക്വസ്റ്റ്യന് 18 ആയിരുന്നു ആവറേജ് മാർക്ക്. 4 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് റെവല്യൂഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് 20 ആയിരുന്നു ആവറേജ് മാർക്ക്. 3 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ പൊളിറ്റിക്കൽ എക്കണോമിക് ഇഷ്യൂസ് ഓഫ് ദ അമേരിക്കൻ റെവല്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യന്റെ ആവറേജ് മാർക്ക് 17 ആയിരുന്നു. 3 തവണയാണ് ചോദിച്ചത്. ദെൻ അഗ്രികൾച്ചറൽ ആൻഡ് ഡെമോഗ്രഫിക് ചേഞ്ചസ് ഇൻ യൂറോപ്പ് എന്നുള്ള ക്വസ്റ്റ്യന്റെ ആവറേജ് മാർക്ക് 17 ആയിരുന്നു. 3 തവണയാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ദെൻ ട്രേഡ്, കൊളോണിയലിസം ആൻഡ് ഗ്രേറ്റ് ഡൈവേർജൻസ് എന്നുള്ള ക്വസ്റ്റ്യന് ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 3 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ റിലീജിയൻ, ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസെന്റ് ഓർ റിഫോം മൂവ്മെന്റ്സ് എന്ന ക്വസ്റ്റ്യന്റെ ആവറേജ് മാർക്ക് 18 ആയിരുന്നു. 3 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ ഫൈനലി ഇന്റലക്ച്വൽ കറൻസ് ഇൻ 17th സെഞ്ചുറി യൂറോപ്പ് എന്ന ക്വസ്റ്റ്യന്റെ ആവറേജ് മാർക്ക് 18 ആയിരുന്നു. 3 തവണയാണ് ഇതും അപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പെർസെൻറ്റേജ് കാണിക്കുന്ന പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ ഏത് രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പം അതിൽ ഫസ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് എ സ്ട്രിക്റ്റ് ഔട്ട്ലൈൻ പ്ലസ് റൈറ്റ് ഡ്രിൽ. അപ്പം ഓരോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും ഒരു ഏകദേശം ഒരു 5 minutes സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി വെക്കുക. അപ്പം ഔട്ട്ലൈനിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷന് ഒരു 3-4 കോർ ആർഗ്യുമെന്റ്സ്, ദെൻ കൺക്ലൂഷന്. അതിനുശേഷം ഈ ഓരോ ടോപ്പിക്സിനെയും വെച്ചിട്ട് ഒരു 12 to 15 minutesന്റെ ഉള്ളിൽ ഒരു ഫുൾ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. അപ്പം ജസ്റ്റ് ഒന്ന് എന്താക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഫുൾ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ആംഗിൾ ഷിഫ്റ്റ് ഓൺ ദ സെയിം തീം. ഇപ്പം ഒരേ ക്വസ്റ്റ്യനെ തന്നെ, അതായത് അറ്റ്ലീസ്റ്റ് 2 വ്യത്യസ്ത ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം ഒരു ടോപ്പിക്കിൽ നിന്നും അതിന്റെ കോസസ് വേഴ്സസ് സിഗ്നിഫിക്കൻസ്, ആദ്യം കോസസ് എഴുതി നോക്കാം, ദെൻ അതിലെ സിഗ്നിഫിക്കൻസ് എഴുതി നോക്കാം. അതിനെ തന്നെ ഒന്ന് നെറേറ്റീവ് ആയിട്ടും എഴുതി നോക്കാം, രണ്ടാമത് അനലിറ്റിക്കൽ ആയിട്ടും അതിനൊന്ന് അനലിറ്റിക്കൽ കമ്പാരിസണിലൂടെ ഒന്ന് എഴുതി നോക്കാം. ഇങ്ങനെ 2 രീതിയിൽ ഒരേ ടോപ്പിക്കിനെ തന്നെ എഴുതി നോക്കാം. അങ്ങനെ ആവുമ്പം സെയിം ടോപ്പിക്കിനെ തന്നെ ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരേ ക്വസ്റ്റ്യനെ തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പം എങ്ങനെ അതിനെ മറിച്ചും തിരിച്ചും ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനെ എഴുതാൻ പറ്റണം. ഇപ്പൊ പൊതുവെ നമ്മളോട് ക്രിറ്റിക്കലി എക്സാമിനൊക്കെ വന്നു വരുമ്പോൾ നമ്മൾ അതിനെ ഒരു നറേഷൻ മാത്രം അതിൽ പോരാ, നമ്മൾ അതിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്തിട്ട് വേണം അതിനെ നമ്മൾ ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ റിഫൈൻ ഡെപ്ത് യൂസിങ് എക്സാമ്പിൾസ് ആൻഡ് ലിങ്ക്സ്. അപ്പം ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ഫുൾ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് പ്രാക്ടീസിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ്സും ഫിംഗേഴ്സും അതിലെ ഇവൻസും അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും യൂണിറ്റ്സുമായിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ആ രീതിയിലൊക്കെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ നിന്നും കൂടുതൽ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഇത്തവണ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഓരോ ടോപ്പിക്കിനും എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ്. ആദ്യത്തെ ടോപ്പിക് 17th സെഞ്ചുറി യൂറോപ്യൻ ക്രൈസിസ് ആണ്. ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. 86% ഈ ടോപ്പിക്ക് ഇത്തവണ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത. രണ്ടാമത്തെ ടോപ്പിക്ക് കൊളോണിയൽ എക്സ്പാൻഷൻ ആൻഡ് മെർസന്റലിസം എന്നുള്ളതാണ്. ഇതും ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 71% ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ റിലീജിയൻ, ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസെന്റ് എന്നുള്ള 3ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക് മീഡിയം കാറ്റഗറിയാണ്. 57% ആണ് അതിന്റെ പ്രോബബിലിറ്റി. യൂണിറ്റ് 4ലെ
ഇന്റലക്ച്വൽ കറൻസ് ഇൻ 17th സെഞ്ചുറി യൂറോപ്പ് എന്നുള്ളതും മീഡിയം കാറ്റഗറിയാണ്. 57% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 5-ലെ ആർട്ട്, കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്നുള്ള ടോപ്പിക് മീഡിയം കാറ്റഗറി ആണ് വരുന്നത്. 43% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ദെൻ 6-മത്തെ യൂണിറ്റിലെ ദ ഇംഗ്ലീഷ് റവല്യൂഷൻ എന്നുള്ളതും മീഡിയം കാറ്റഗറി ആണ്. 57% ആണ് അതിന്റെ പ്രോബബിലിറ്റി. യൂണിറ്റ് 7-ലെ ദ മോഡേൺ സയൻസ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 71% ഇത്തവണ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് മോഡേൺ സയൻസ്. ദെൻ യൂണിറ്റ് 8-ലെ യൂറോപ്യൻ പൊളിറ്റിക്സ് ഇൻ ദ 18th സെഞ്ചുറി എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 43% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 9-ലെ എൻലൈറ്റ്മെന്റ് എന്നുള്ള ടോപ്പിക് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 86% ഇത്തവണ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 10-ലെ ദ അമേരിക്കൻ റവല്യൂഷൻ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഇഷ്യൂസ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 57% പ്രോബബിലിറ്റി. യൂണിറ്റ് 11-ലെ അഗ്രികൾച്ചറൽ ആൻഡ് ഡെമോഗ്രഫിക് ചേഞ്ചസ് ഇൻ യൂറോപ്പ് എന്നുള്ള ടോപ്പിക് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 43% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 12-ലെ പാറ്റേൺസ് ഓഫ് കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന ടോപ്പിക് ലോ കാറ്റഗറിയാണ് വരുന്നത്. 29% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 13-ലെ ട്രേഡ്, കൊളോണിയലിസം ആൻഡ് ഗ്രേറ്റ് ഡൈവേർജൻസ് ഡിബേറ്റ്സ് എന്ന ടോപ്പിക് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 71% ഇത്തവണ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇവിടെ നമ്മൾ ഹൈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് 70% എബവ് ഉള്ള ടോപ്പിക്സിനെയാണ്. അതായത് 70% കൂടുതൽ എക്സാമിന് വരാൻ നമ്മൾ സാധ്യത പറയുന്ന ടോപ്പിക്കാണ് ഹൈ കാറ്റഗറിയിൽ. മീഡിയം കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 40 to 69% പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പിയർ റെഗുലർലി ബട്ട് നോട്ട് എവറി സിംഗിൾ പേപ്പർ. റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു മീഡിയം കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഒരു സിംഗിൾ പേപ്പറിൽ മാത്രമായിരിക്കില്ല അത് ചോദിക്കുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ഹൈ കാറ്റഗറിയിൽ പറയുന്ന ടോപ്പിക്സ് വെരി ലൈക്ലി ടു അപ്പിയർ ഇൻ സം ഫോം. ഏതെങ്കിലും ഒരു രീതിയിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവണം. ഇനി ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് 40% കുറവ് വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പിയർ ഒക്കേഷണലി ഓർ മെയിൻലി സപ്പോർട്ടിങ് സബ് പാർട്സ്. അപ്പം ഒക്കേഷണലി ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സബ് പാർട്ടുകളായിട്ടായിരിക്കും ഈ ഒരു ലോ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ പല ക്വസ്റ്റ്യൻസും ഹൈ കാറ്റഗറി ആണ്, ലോ കാറ്റഗറി ആണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ 1 നോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 ഒക്കെ. അപ്പം ഇവിടെ ഈ ഓരോ ഇപ്പം ഫോർത്ത് നോട്ട് 1 എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് അത് ഹൈ കാറ്റഗറിയിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ അബൌട്ട് 6 of 7 പേപ്പേഴ്സ് ഓഫൻ ആസ് എ 20 മാർക്ക് എസ്സേ ഓപ്പണിംഗ് സെക്ഷൻ എ. അപ്പം 20 മാർക്കിന്റെ എസ്സേ ആയിട്ട് സെക്ഷൻ എയില് ഏകദേശം 7 പേപ്പർ എടുത്ത് നോക്കിയാൽ 6 പേപ്പറിലും കാണാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ അതുകൊണ്ടാണ് അത് ഹൈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഫുട് നോട്ട് 2 എന്നിട്ടുള്ള ഒരു ടോപ്പിക് present in most recent papers either as full questions on mercantilism or colonial trade. ഓൾമോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സിലൊക്കെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ തേർഡ് ഫുട് നോട്ട് ഇട്ടിട്ടുള്ളത് frequently tested as thematic essay or short note on dissent or reform. thematic essay അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ആയിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഫോർത്ത് ഫുട് നോട്ട് വരുന്നത് reappears as questions on major thinkers and their context. ഇപ്പം ക്വസ്റ്റ്യൻസ് ഓഫ് മേജർ തിങ്കേഴ്സ് അതിലെ കോണ്ടെക്സ്റ്റിനെ ഒക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം വീണ്ടും ചോദിച്ചിട്ടുള്ളത്. ദെൻ ഫിഫ്ത്ത് കംസ് മോസ്റ്റ്ലി എസ് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഓഫ് 5 മാർക്സ് നോട്ട്സ് ഓൺ കൾച്ചർ ഓർ വിഷ്വൽ ആർട്സ്. കൾച്ചർ അല്ലെങ്കിൽ വിഷ്വൽ ആർട്സിനെ ബേസ് ചെയ്തിട്ട് 10 മാർക്കിന്റെ ചോദ്യം അല്ലെങ്കിൽ 5 മാർക്കിന്റെ നോട്ട്സ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ഫുട് നോട്ട് 6 a standard essay on causes or consequences appears in most cycles. ഓൾമോസ്റ്റ് എല്ലാ സൈക്കിളിലും കോസസ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്താണെന്നുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് എസ്സേ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ 7 മോഡേൺ സയൻസ് ഇസ് എ ഫേവറേറ്റ് ഇന്റഗ്രേറ്റീവ് തീം. മോഡേൺ സയൻസ് നമ്മൾ പറഞ്ഞു ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം ഇത് എന്തായാലും അത്രയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഒരു തീമാണ് ഈ മോഡേൺ സയൻസ് എന്നുള്ളത്. Then 8th used for balance with diplomacy, power, politics and state systems. അതിലെ ഡിപ്ലോമസി, പവർ, പൊളിറ്റിക്സ്, സ്റ്റേറ്റ് സിസ്റ്റംസ് ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. Then 9th ഓൾമോസ്റ്റ് ഓൾവേസ് പ്രസന്റ് either as direct enlightenment essay or linked theme. ഓൾമോസ്റ്റ് എല്ലാ സെഷൻസിലും വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏത് ഡയറക്റ്റ് ആയിട്ട് എൻലൈറ്റ്മെന്റ് എസ്സേ ചോദിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും
തീമിനോടൊപ്പം ലിങ്ക് ചെയ്തിട്ടും ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. Then 10th, alternate between full essays and shorter thematic questions on issues or impact. അപ്പം അതിലെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ള രീതിയിൽ ഫുൾ എസ്സേ ആയിട്ടും ഷോർട്ടർ തീമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിട്ടും പല സെഷൻസിലും ചോദിച്ചിട്ടുണ്ട്. Then 11, often paired with demographic trends, population growth and rural change. ഡെമോഗ്രാഫിക് ട്രെൻഡ്സ്, പോപ്പുലേഷൻ ഗ്രോത്ത്, റൂറൽ ചേഞ്ച്, ഇതിനൊക്കെ ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. Then 12, appears less frequently and usually in shorter questions. ഇപ്പം റീസെന്റ് ആയിട്ട് അധികം ഇങ്ങനെ ചോദിക്കുന്നില്ല, യൂഷ്വലി ആയിട്ട് ഷോർട്ടർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. Then 13, high recency, trade, colonialism, divergence are featured repeatedly in latest papers. തവണ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇത് 13th ഫുട് നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. 13th ഫുട് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ് 13-ലെ ട്രേഡ്, കൊളോണിയലിസം, ഗ്രേറ്റ് ഡൈവേർജൻസ് ഡിബേറ്റ്സ് എന്നുള്ളത്. ഇതും നമുക്ക് ഹൈലി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി നമ്മൾ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് നോക്കുന്നത്. ഇപ്പം ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 1, 2, 7, 9 and 13. ഇതെങ്ങനെ നമ്മൾ പഠിച്ചെടുക്കണം? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫുൾ ലെങ്തിലുള്ള മോഡൽ ആൻസേഴ്സ് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാം. അതിൽ ഇൻട്രൊഡക്ഷൻ വേണം, മെയിൻ ബോഡി വേണം, കൺക്ലൂഷൻ വേണം. 2 തവണയെങ്കിലും ഓരോ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും എഴുതി പ്രാക്ടീസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സമ്മറി ഷീറ്റ് ഉണ്ടാക്കാം. ഒരു പേജിൽ വരുന്ന സമ്മറി ഷീറ്റ്, അതിൽ ഓരോ യൂണിറ്റിൽ നിന്നുള്ള കീ ഡേറ്റ്, കോൺസെപ്റ്റ്, ഹിസ്റ്റോറിയൻസിന്റെ വ്യൂസ് ഒക്കെ എഴുതി വെക്കാം. ദെൻ അതിനെ നിങ്ങൾ എന്താണെന്ന് ലാസ്റ്റ് ടൈം റിവൈസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. അടുത്തൊരു മെത്തേഡ് ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ടീച്ച് ബാക്ക് മെത്തേഡ് അറിയാലോ, ഒരു സ്റ്റുഡൻറ് നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ നമ്മളത് ലൗഡായിട്ട് നമ്മളത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഈ മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് ആണ് യൂണിറ്റ് 3, 4, 5, 6, 8, 10, 11. ഇതിൽ ബുള്ളറ്റ് പോയിന്റ് ഔട്ട്ലൈൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഫുൾ എസ്സേ എഴുതുന്നതിന് പകരം ഇനീഷ്യൽ എന്താണ് ഒരു ബുള്ളറ്റ് പോയിന്റ് ഔട്ട്ലൈൻസ് നിങ്ങൾ എഴുതി വെക്കുക. ദെൻ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക. അതിൽ കോസസ്, ഫീച്ചേഴ്സ്, കോൺസിക്വൻസസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇവന്റ്സ്, അതിന്റെ നെയിംസ് ഒക്കെ എഴുതി വെക്കാം. ദെൻ പ്രാക്ടീസ് മിക്സിംഗ് ദം ഇൻ ടു ഹൈ ടോപ്പിക്സ്. ഹൈ ടോപ്പിക്സ് നമ്മൾ ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സിനെയും മിക്സ് ചെയ്തിട്ട് അതിനെ ലിങ്ക് ചെയ്തിട്ട് എഴുതാം. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു എൻലൈറ്റ്മെന്റിനെ അല്ലെങ്കിൽ ട്രേഡിനെ ഇംഗ്ലീഷ് റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷനോടൊപ്പം നമ്മൾ ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ എഴുതി നോക്കാം. അതാണ് മറ്റൊരു മെത്തേഡ്. ഇനി ലോ പ്രയോറിറ്റി ടോപ്പിക്സിൽ നമ്മൾ എന്തായാലും ആ ഒരു ഏരിയ, എസ്പെഷ്യലി യൂണിറ്റ് 12 ആണ് ഈ ഒരു ലോ പ്രയോറിറ്റിയിൽ വരുന്നത്, നമ്മൾ എന്തായാലും വായിച്ചു വെക്കുക. അത് എന്താണെന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു 2 to 3 എക്സാമ്പിൾസും അതിൽ നിന്നും പഠിച്ചു വെക്കാം. ദെൻ ഒരു 5 അല്ലെങ്കിൽ 10 മാർക്കിന് നമുക്കത് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഫോക്കസ് ഓൺ ഹൗ കൺസംഷൻ ഓർ പ്രൊഡക്ഷൻ പാറ്റേൺ കണക്ട് ടു ട്രേഡ്, കൊളോണിയലിസം ആൻഡ് ഡെമോഗ്രഫിക് ചേഞ്ച്. So you can fold them into high, medium answers even if no direct question comes. അപ്പം ഇവിടെ കൺസംഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പാറ്റേൺ എങ്ങനെയാണ് ട്രേഡിനെയും കൊളോണിയലിസത്തിനെയും ഡെമോഗ്രാഫിക് ചേഞ്ചിനെയും ഒക്കെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. സോ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫൈനലി നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. BA ഹിസ്റ്ററി ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025, BHIC 108 റൈസ് ഓഫ് ദ മോഡേൺ വെസ്റ്റ് സെക്കൻഡ്. ടോട്ടൽ 3 hour ആണ്, മാക്സിമം മാർക്ക് 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ളത് attempt any 5 questions in about 400 words each. Attempt at least 2 questions from each section. All questions carry equal marks. സെക്ഷൻ 1-ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 20 മാർക്കിനാണ്. How far can the 17th century be described as a period of general crisis in Europe? Discuss with reference to demographic, economic and political developments. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, examine the main principles of mercantilist thought and analyze how European states used these principles to organize overseas trade and colonies. Third one, discuss the relationship between religious dissent and political conflict in 17th century England, with a particular reference to radical sect and the English Revolution. Then fourth one,
Write short notes on any two of the following in about 200 words each. Reformation and Counter-Reformation in Europe. Second topic, intellectual trends in 17th century Europe. Third topic, popular culture in Europe during the 17th and 18th centuries. Fourth one, visual arts and architecture in Europe from the mid-17th to mid-18th century. In section 2, ആദ്യത്തെ question, explain the major ideas associated with the Enlightenment and assess their impact on politics and society in 18th century Europe. Second one, analyze the growth of modern science in the 17th and 18th century and discuss its connection with the state power and social change. Third one, discuss the role of colonial trade and extra-European markets in the economic transformation of Western Europe, with a brief reference to debates on long-term divergence between Europe and other regions. Then last one, short notes ആണ്. Short noteലെ 4 topics. First one, agricultural change and agrarian restructuring in Britain. Second topic, the industrial revolution in early modern Europe. Third topic, patterns of consumption and production in 18th century Europe. Fourth topic, political and economic issues in the American Revolution. ഇതാണ് നമ്മളുടെ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. സോ ഇതിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഹൈ പ്രോബബിലിറ്റി പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഹൈ റെലവെന്റ് ആണെന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ BGC 108 നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ മോഡൽ ആൻസേഴ്സ് നമ്മളുടെ LearnWise ആപ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന ഫയലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അതെല്ലാവരും മസ്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസും മാക്സിമം എങ്ങനെ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ എക്സാമിന് പഠിച്ചു പോകുന്നുണ്ട് എന്നുള്ള കാര്യം എന്തായാലും എൻഷുവർ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.